Hey guys, welcome to my channel. In this video, I'm gonna teach you biology second chapter. Chapter 2 Windows of Knowledge. നമ്മുടെ ഈ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മുടെ ഈ സെൻസ് ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സെട്ര ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇവിടെ ഫസ്റ്റ് ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാറ്റ്മനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എർത്ത് കൂടി എന്ത് സംഭവിച്ചു? ബിൽഡിങ്സ് ഒക്കെ കൊളാപ്സ് ആയി. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് ആൾക്കാരെ മിസ്സായി. അപ്പോൾ അത് അവരെയൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അവർ ഈ ഡോഗ്സിനെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. വാട്ട്സ് മൈറ്റ് ബി ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ റീസൺ ഡോഗ്സിനെ യൂസ് ചെയ്യാൻ? അവർക്ക് തന്നെ കണ്ടുപിടിച്ചാൽ പോരെ? ബിക്കോസ് ഈ നമ്മുടെ ഡോഗ്സിന് സ്മെല്ല് മനുഷ്യരെ അപേക്ഷിച്ച് നന്നായി സ്മെല്ല് ചെയ്യാനുള്ള ഒരു സെൻസ് വളരെ കൂടുതലാണ്. സ്മെല്ലിൻ്റെ സെൻസ് വളരെ കൂടുതലാണ്. അപ്പം എന്താണ് അത് കൂടുതലാവാനുള്ള കാരണം? ബിക്കോസ് ദ നമ്പർ ഓഫ് റെസെപ്റ്റേഴ്സ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആർ അപ്പം ഓരോ ഓർഗാൻസത്തിലും നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് നമ്പർ ആയിരിക്കും സെൻസ്. ഓരോ റെസെപ്റ്റേഴ്സിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ ഓർഗാനിസത്തിലും. ഓക്കെ, അപ്പോൾ ഈ ഡോഗിൻ്റെ റെസെപ്റ്റേഴ്സ് എന്താണ്? ഒരു നമ്മുടെ സ്കാഫിൽ നിരത്തി വെക്കാൻ മാത്രം റെസെപ്റ്റേഴ്സ് അവരുടെ ഉണ്ട്. പക്ഷേ ഒരു ഹ്യൂമൻ്റേതാണെങ്കിൽ അത് വെറും ഒരു സ്റ്റാമ്പിൻ്റെ അത്രത്തോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും വലിയ ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ അത്രയും വലിയ എഫിഷ്യൻസി. അപ്പോൾ എന്ത് മനസ്സിലാക്കുക ഇതിൽ നിന്നും? റെസെപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ എഫിഷ്യൻസി ഓഫ് സെൻസ് ഓർഗൻസ് കൂടുന്നു. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൽ ഫസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ. സെൻസ് ഓർഗൻസ്, റെസെപ്റ്റർ, സ്റ്റിമുലസ്. അപ്പം റെസെപ്റ്റർ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. റെസെപ്റ്റർ എന്താണ്? റെസെപ്റ്റേഴ്സ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ടു റിസീവ് സ്റ്റിമുലി. അപ്പോൾ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് റെസെപ്റ്റേഴ്സും സ്റ്റിമുലസും ആണ്. ഐയുടെ റെസെപ്റ്റർ ഏതാണ്? ഫോട്ടോ റെസെപ്റ്ററാണ്. സ്റ്റിമുലസ് ലൈറ്റാണ്. ഇയർ റെസെപ്റ്റർ ഓഡിറ്ററി ആണ്. സ്റ്റിമുലസ് ഏതാണ്? ഇയറിൻ്റെ സൗണ്ട്. ടങ്ങിൻ്റെ റെസെപ്റ്റർ ടേസ്റ്റ് ബഡ്സ് ആണ്. അതിൻ്റെ സ്റ്റിമുലസ് എന്താണ്? ടേസ്റ്റ് ആണ്. സ്കിന്ന് ഡിഫറെൻറ്റ് റെസെപ്റ്റേഴ്സ് ഉണ്ട്. ഒരുപാട് റെസെപ്റ്റേഴ്സ് സ്കിന്നിലുണ്ട്. അതിൻ്റെ ഇതേതാ സ്റ്റിമുലസ്? ടച്ച് ആണ്. നോസ് ഓൾഫാക്ടറി റെസെപ്റ്ററാണ്. സ്മെല്ലാണ് സ്റ്റിമുലസ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ പഠിക്കുന്നത് ഐയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ് എക്സെട്ര ഓൾ തിങ്സ് വി വിൽ സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, അപ്പം eye is the major sense organ that helps the brain to work sensation. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ നമ്മുടെ ഈ ഐ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് ഐയുടെ പ്രൊട്ടക്ഷൻ? ഈ ഒരു നമ്മുടെ ഈ ഒരു സ്കള്ളിൽ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തത്. ഐ സോക്കറ്റ്. അപ്പം ഡിപ്രഷൻസ് ഇൻ ദ സ്കൾ. അപ്പോൾ എന്താണ് എവിടെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്? ഡിപ്രഷൻസ് ഇൻ ദ സ്കൾ. പിന്നെ ദ എക്സ്റ്റേണൽ ഐ മസിൽസ് ഫിക്സ് ദ ഐബോൾസ് ഇൻ ദ ഓർബിറ്റ്. അപ്പോൾ ഐബോൾസിനെ ഓർബിറ്റിൽ എക്സ്റ്റേണൽ മസിൽസ് ഓർബിറ്റിൽ ഫിക്സ് ചെയ്യുന്നു. പിന്നെ ഐബ്രോ എന്ത് ചെയ്യുന്നു? ദ ഐബ്രോസ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് സ്വെറ്റ് ആൻഡ് വാട്ടർ ഇൻ ടു ദ ഐസ്. അപ്പം ഐബ്രോസ് ചെയ്യുന്ന ഒരു പരമാവധി ഒരു കണക്ക് വെള്ളവും വിയർപ്പും കണ്ണിലേക്ക് വരാതിരിക്കാൻ തടയുന്നു. പിന്നെ ഹൗ ഡു ദ ഐലിഡ്സ് ആൻഡ് ഐലാഷസ് പ്രൊട്ടക്ട് ദ ഐസ്? Yeah, they prevent the entry of dust particles and small insects into the eyes. Okay, പൊടിപടലങ്ങളും ചെറിയ പ്രാണി ഇൻസെക്ട്സിനെയും കണ്ണിലേക്ക് വരാതിരിക്കാൻ തടയുന്നു. പിന്നെ tears play a vital role in the protection of eyes. ഓക്കെ, അപ്പം എങ്ങനെയാണ് ടിയേഴ്സ് നമ്മുടെ കണ്ണുനീര് കണ്ണിനൊരു പ്രൊട്ടക്ഷനാണെന്ന് പറയാൻ കാരണം എന്താണ്? Tears clean and lubricate the anterior part of the ear ball. Lysozyme, the enzyme present in the tears, destroy germs that enter the eyes. അപ്പം നമ്മുടെ ഈ നമുക്ക് കണ്ണുനീര് നമ്മുടെ കണ്ണ് എന്ത് ചെയ്യുന്നു? കണ്ണിനെ ക്ലീൻ ചെയ്യുകയും കണ്ണിൻ്റെ ഫ്രണ്ട് പാർട്ടൊക്കെ ക്ലീൻ ചെയ്യുകയും പിന്നെ ഈ കണ്ണുനീരിൽ ഒരു ലൈസോസിയം എന്ന് പറഞ്ഞ ഒരു എൻസൈം പ്രസൻറ്റഡ് ആണ്. അപ്പോൾ
ഈ ടിയേഴ്സിലെ ഈ എൻസൈം എന്ത് ചെയ്യുന്നു? ജേംസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നു. നമ്മളെ കണ്ണിൽ വരുന്ന ജേംസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നു. പിന്നെ കൺജക്റ്റീവ സെക്രേറ്റ്സ് മ്യൂക്കസ് വിച്ച് പ്രൊട്ടക്ട്സ് ദ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ഐബോൾ ഫ്രം ബീങ് ഡ്രൈ. അപ്പം അത് മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യുന്നു. അപ്പം കൺജക്റ്റീവ് എന്താണ്? സാധനം എന്താണ്? ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ദ ഐബോൾ, ഫ്രണ്ട് പാർട്ട്, കണ്ണിൻ്റെ ഫ്രണ്ട് പാർട്ടിലുള്ള ഒരു പോർഷനാണ് കൺജക്റ്റീവ. കണ്ണിനെ ഡ്രൈ ആവാതിരിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കണ്ണിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് നോക്കാം. കണ്ണിൻ്റെ പാർട്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ദർ ആർ 3 ലെയേഴ്സ്. ഐക്ക് 3 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, 3 ലെയേഴ്സ് ഐ: സ്ക്ലേറ, കൊറോയിഡ്, റെറ്റിന. അപ്പം സ്ക്ലേറ, കൊറോയിഡ്, റെറ്റിന. ദർ ആർ 3 ലെയേഴ്സ് ഓഫ് ഐ. ഓക്കെ, അപ്പം സ്ക്ലേറ എന്താണ്? ദ വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഗിവ് ഫേംനെസ് ടു ദ ഐ മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. അപ്പോൾ സ്ക്ലേറ എന്ന വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഗിവ് ഫേംനെസ് ടു ദ ഐ മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇനി കൊറോയിഡ് എന്ന് വെച്ചാൽ ഈ റെഡ് കളർ നമ്മൾ കണ്ടില്ലേ, ഈ റെഡ് കളേർഡ് പോർഷനാണ്. The middle layer which contains a large number of blood vessels. Middle layer ആണ് large number of blood vessels contain ചെയ്തതാണ്. Then retina എന്ന് വെച്ചാൽ the inner layer which has photoreceptors. Inner layer, കണ്ണിൻ്റെ inner layer ആണ്. അവിടെ എന്തുണ്ട്? photoreceptors ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ലെയറിൻ്റെയും പാർട്സ്. അപ്പോൾ ഈ 3 പാർട്സാണ് കണ്ണിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ 3 ലെയറിൻ്റെയും പാർട്സാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് വളരെ ഈസിയാണ് മനസ്സിലാക്കിയാൽ. കോർണിയ ഇതിൻ്റെ പറയാം സ്ക്ലേറയുടെ പാർട്സാണ് നമുക്ക് അപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ക്ലേറയുടെ ഫസ്റ്റ് പാർട്ട് കോർണിയ ഏതാണ് പാർട്ട്? കണ്ടില്ലേ, ഇവിടെ ഒരു ദ പ്രൊജക്റ്റഡ് ട്രാൻസ്പാരൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലേറ വിച്ച് റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. ഈ കണ്ണിൻ്റെ മുൻഭാഗത്ത് ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗമാണ്, ഈ പോർഷനാണ് കോർണിയ. ഇതെന്ത് ചെയ്യുന്നു? റിഫ്രാക്ട്സ് ലൈറ്റ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. റെറ്റിന എന്താണ്? ഇന്നർ ലെയർ. ആ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ടാണ് സ്ക്ലേറയുടെ സെക്കൻഡ് പാർട്ട് കൺജക്റ്റീവ എന്താണ്? ദ ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ സ്ക്ലേറ എക്സെപ്റ്റ് കോർണിയ. ഈ കൺജക്റ്റീവ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് പറഞ്ഞു, അത് കണ്ണിനെ ഡ്രൈ ആവാതിരിക്കാൻ സഹായിക്കുന്നു. പിന്നെ എന്താണ്? അത് എവിടെയുള്ളത്? അത് കണ്ണിൻ്റെ ഫ്രണ്ട് പാർട്ടിലാണ്. അത് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ഫ്രണ്ട് പാർട്ട്. കണ്ണിൻ്റെ ഫ്രണ്ട് പാർട്ടിനെ കവർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. എക്സെപ്റ്റ് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കവർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് കൊറോയിഡിൻ്റെ പാർട്സാണ് പഠിക്കാനുള്ളത്. കൊറോയിഡ് എന്തായിരുന്നു? മിഡിൽ ലെയറാണ്. ബ്ലഡ് വെസൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള മിഡിൽ ലെയറാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഐറിസ് ആണ്. ഐറിസ് എന്താണ്? Yeah, you can see here iris. Okay, the part of the choroid seen behind the cornea. അപ്പോൾ നമ്മൾ പറഞ്ഞു കോർണിയക്ക് പിന്നിലാണ് ഐറിസ് ഉള്ളത്. You can see a red color. It's red in color. Okay, presence of pigments melanin gives the iris a dark color. അപ്പം ഈ ഐറിസിൽ എന്തുണ്ട്? ഒരു മെലനിൻ എന്ന് പറഞ്ഞ ഒരു പിഗ്മെൻ്റ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? ഈ ഐറിസിന് ഡാർക്ക് കളർ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ മെലനിൻ്റെ ഇറ്റ് ഗിവ്സ് ദ ഐറിസ് എ ഡാർക്ക് കളർ. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് പ്യൂപ്പിൾ എന്താണ്? ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഐറിസിന് സെൻട്രലായിട്ട് എന്ത് കാണപ്പെടുന്നു? ഒരു അപ്പർച്ചർ കാണുന്നുണ്ട്. ദ സൈസ് ഓഫ് ദിസ് അപ്പർച്ചർ ഇൻക്രീസ് ആൻഡ് ഡിക്രീസസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പം ഈ അപ്പർച്ചറിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുന്നു. എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ട്? ഈ കറണ്ടിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് അത് ഈ പ്യൂപ്പിളിൻ്റെ വലുപ്പം വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ തേർഡ് പാർട്ട് ഈസ് റെറ്റിന. നമ്മൾ പറഞ്ഞു ഇന്നർ ലെയർ ആണ്, ഫോട്ടോ റിസെപ്റ്റേഴ്സ് അടങ്ങിയിട്ടുള്ള ഇന്നർ ലെയർ ആണ്. അപ്പോൾ അതിൻ്റെ പാർട്സ് ഫസ്റ്റ് പാർട്ട് യെല്ലോ സ്പോട്ട് എന്ന് വെച്ചാൽ യു ക്യാൻ സീ ഹിയർ എ യെല്ലോ സ്പോട്ട്. ദ പാർട്ട് ഓഫ് ദ റെറ്റിന വേർ പ്ലെൻറ്റി ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ്. അപ്പോൾ റെറ്റിനയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരുപാട്
ഫോട്ടോ റിസെപ്റ്റേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു പോർഷനാണ് യെല്ലോ സ്പോട്ട്. ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി ഉള്ള ഒരു പോയിൻ്റാണ്. അത് നമുക്ക് ഫോട്ടോ റിസെപ്റ്റർ അടങ്ങിയെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? അവിടെയാണ് വിഷ്വൽ ഉള്ളത്. ഓക്കെ ഓക്കെ. ദെൻ സെക്കൻഡ് പാർട്ട്, റെറ്റിനയുടെ സെക്കൻഡ് പാർട്ടാണ് ബ്ലൈൻഡ് സ്പോട്ട്. ദ ബ്ലൈൻഡ് സ്പോട്ട് ഈസ് ദ പാർട്ട് ഓഫ് ദ റെറ്റിന ഫ്രം വേർ ദ ഒപ്റ്റിക് നെർവ് ബിഗിൻസ്. ഒപ്റ്റിക് നെർവ്, ഈ റെറ്റിനയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒപ്റ്റിക് നെർവ് തുടങ്ങുന്ന ഒരു പോർഷനാണ് ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്ലൈൻഡ് ആണ് അവിടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഹിയർ ദർ ഇസ് നോ വിഷൻ ആസ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ ആബ്സെൻറ്റ്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവിടെ വിഷൻ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലാതെ ഒരു 3 പാർട്സ് കൂടി കണ്ണിൻ്റെത് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ലെൻസ്. ഫസ്റ്റ് വൺ ഈസ് ലെൻസ്. യു ക്യാൻ സി പ്യൂപ്പിളിൻ്റെ ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ട് നമുക്ക് കാണാം ലെൻസ്. ദർ ഇസ് എ ലെൻസ്. ഓക്കെ, എലാസ്റ്റിക് ട്രാൻസ്പാരൻറ്റ് കോൺവെക്സ് ലെൻസ് ആണ്. ഇലാസ്റ്റിക് ആയിട്ടും ട്രാൻസ്പാരൻറ്റും ആയിട്ടുള്ള ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അത് കണക്റ്റഡ് ടു ദ സീലിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് ലിഗമെൻറ്റ്സ്. അതിനെ കണക്ട് ചെയ്തിട്ട് സീലിയറി മസിൽസ് ആയിട്ട് കണക്ട് ചെയ്തതാണ്. എന്തുകൊണ്ട്? ത്രെഡ് ലൈക്ക് ലിഗമെൻറ്റ്സ് കണക്ട്സ് ദ ലെൻസ് വിത്ത് സീലിയറി മസിൽസ്. ഓക്കെ, അപ്പം എന്താണ് ഈ സീലിയറി മസിൽസ്? സീലിയറി മസിൽസ് എന്ന് വെച്ചാൽ ദ സർക്കുലർ മസിൽസ് സീൻ അറൗണ്ട് ദ ലെൻസ്. ലെൻസിന് ചുറ്റും കാണപ്പെടുന്ന സർക്കുലർ മസിൽസ് ആണ്. ദ കോൺട്രാക്ഷൻ ആൻഡ് ദ റിലാക്സേഷൻ ഓഫ് ദിസ് മസിൽസ് ആൾട്ടർ ദ കർവേച്ചർ ഓഫ് ദ ലെൻസ്. അപ്പോൾ ഈ കോൺട്രാക്ഷൻ ആൻഡ് ദ റിലാക്സേഷൻ ഓഫ് ദിസ് മസിൽസ്, അപ്പോൾ ഈ മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും എന്തിനെ ആൾട്ടർ ചെയ്യുന്നു? നമ്മുടെ കർവേച്ചർ ഓഫ് ലെൻസിൻ്റെ കർവേച്ചറിനെ ആൾട്ടർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒപ്റ്റിക് നെർവ് ആണ്. ഒപ്റ്റിക് നെർവ് എന്ന് വെച്ചാൽ ഒരു നെർവാണ്. ഇത് കണ്ണിനെയും ബ്രെയിനെയും കണക്ട് ചെയ്തിട്ടുള്ളൊരു നെർവാണ്. ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റിസെപ്റ്റേഴ്സ് ടു ദ വിഷ്വൽ സെൻറ്റർ ഇൻ ദ ബ്രെയിൻ. അപ്പം ഇതെന്ത് ചെയ്യുന്നു? ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ നിന്നും ഇമ്പൾസസിനെ വിഷ്വൽ സെൻറ്റർ ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിലേക്ക് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ലെൻസ്, ഒപ്റ്റിക് നെർവ്, സിലിയറി മസിൽസ്. ഓക്കെ, ദെൻ അക്വസ്. നമ്മുടെ ഈ കണ്ണിൽ രണ്ട് ടൈപ്സ് ഓഫ് ചാമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ അക്വസ് ചാമ്പർ ആണ്. അക്വസ് ചാമ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ഷോ ദാറ്റ് ഹിയർ ഈ ലെൻസിൻ്റെയും കോർണിയയ്ക്കും ഇടയിലുള്ള ആ പോർഷൻ കണ്ടില്ലേ? ലെൻസിൻ്റെയും കോർണിയയ്ക്കും ഇടയിലുള്ള ആ ഒരു പോർഷനിലാണ് അക്വസ് ചാമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അക്വസ് ചാമ്പർ. ഈ അക്വസ് ചാമ്പറിൽ എന്തുണ്ട്? അക്വസ് ഹ്യൂമർ ഉണ്ട്. അക്വസ് ഹ്യൂമർ. അപ്പോൾ നമ്മൾ 2 ഹ്യൂമേഴ്സാണ് പഠിക്കാനുള്ളത്. 2 ചാമ്പേഴ്സിലുള്ള 2 ഹ്യൂമേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അക്വസ് ചാമ്പറിലുള്ള ഒരു ഫ്ലൂയിഡാണ് ഇത് വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ദ അക്വസ് ചാമ്പർ. അക്വസ് ചാമ്പറിൽ അടങ്ങിയിട്ടുള്ള വാട്ടർ ലൈക്ക് ഫ്ലൂയിഡാണ് aqueous humor. Okay, it is formed from the blood and it's reabsorbed into blood. Okay, അത് ബ്ലഡിൽ നിന്നും ഫോം ചെയ്യുന്നു, ഇതിൻ്റെ ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിഷ്മെൻറ്റ് ടു ദ ടിഷ്യൂസ് ഓഫ് ദ ഐ. കണ്ണിലുള്ള ടിഷ്യൂസിന് ഓക്സിജനും ന്യൂട്രിഷ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് വിട്രസ് ചാമ്പറിലെ വിട്രസ് ഹ്യൂമറാണ്. ഓക്കെ, വിട്രസ് ചാമ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള ഈ പോർഷൻ, ഈ വലിയൊരു പോർഷൻ കണ്ടില്ലേ? ഈ റൗണ്ട് സർക്കുലർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വിട്രസ് ചാമ്പർ. ഈ വിട്രസ് ചാമ്പറിലാണ് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് സീൻ ഇൻ ദ വിട്രസ് ചാമ്പർ ബിറ്റ്വീൻ ദ റെറ്റിന ആൻഡ് ദ ലെൻസ്. ഓക്കെ, അപ്പോൾ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് വിട്രസ് ചാമ്പറിൽ അടങ്ങിയിട്ടുള്ള ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് വിട്രസ് ഹ്യൂമർ. ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദ ഐ. ഓക്കെ, നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. ഓക്കെ, ഇനി നമ്മുടെ കണ്ണിൻ്റെ റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ. നമ്മളെ കണ്ണിലേക്ക് വെളിച്ചത്തിനെ നിയന്ത്രിക്കുന്നത്, നമ്മളെ കണ്ണിൽ ഒരു ലിമിറ്റ് ഉണ്ട് കണ്ണ് വെളിച്ചം വരുന്നതിന്. ഓക്കെ, അപ്പോൾ കണ്ണിലേക്ക് വരുന്ന വെളിച്ചത്തിൻ്റെ നിയന്ത്രണമാണ് ഇനി പഠിക്കുന്നത്. ദ എൻട്രി ഓഫ് എ ലാർജ് എമൗണ്ട് ഓഫ് ലൈറ്റ് ഈസ് ഹാംഫുൾ ടു ദ ടിഷ്യൂസ് ഓഫ് ദ ഐ. അപ്പോൾ ഒരുപാട് എമൗണ്ട് ഓഫ് ലൈറ്റ് നമ്മൾ കണ്ണിലേക്ക് വരുന്നത് വളരെ ഹാംഫുള്ളാണ് കണ്ണിന്. ഐറിസ് ആൻഡ് ദ പ്യൂപ്പിൾ റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഫോളിങ് ഓൺ ദ ഐസ്. അപ്പോൾ ഈ ഐറിസും നമ്മൾ പഠിച്ച ഐറിസും പ്യൂപ്പിളും കണ്ണിലേക്ക് വരുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ദെൻ
നമുക്ക് നോക്കാം ഇവിടെ ഈ കണ്ണിൽ ഈ പ്യൂപ്പിളിൻ്റെ വ്യത്യാസം, ഡിം ലൈറ്റിലും ബ്രൈറ്റ് ലൈറ്റിലും പ്യൂപ്പിളിനുണ്ടാവുന്ന ഡിഫറൻസ് യു ക്യാൻ സീ ഹിയർ. ചേഞ്ച് ഇൻ ദ പ്യൂപ്പിൾ, ഡിം ലൈറ്റിൽ എന്താവുന്നു, പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ആവുന്നു, ബ്രൈറ്റ് ലൈറ്റിലോ ഡിക്രീസ് ആവുന്നു. ഓക്കെ, വാട്ട് മൈ ബി ദ റീസൺ? യാ, we can look. The size of the pupil is regulated by the action of circular muscles and radial muscles. അപ്പം ഈ പ്യൂപ്പിളിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ സർക്കുലാർ മസിൽസിൻ്റെ റേഡിയൽ മസിൽസിൻ്റെ ആക്ഷൻ കൊണ്ടാണ്. വെൻ ദ റേഡിയൽ മസിൽസ്, അപ്പം ഈ നമ്മുടെ പ്യൂപ്പിളിന് സർക്കുലാർ മസിൽസും റേഡിയൽ മസിൽസും ഉണ്ട്. അപ്പം ഈ വെൻ ദ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ഇൻ ദ ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു, ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഇൻക്രീസ്. അപ്പം റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പം എന്താവുന്നു, പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ആവുന്നു. വെൻ ദ സർക്കുലാർ മസിൽസ് കോൺട്രാക്ട് ഇൻ ദ ഇൻറ്റൻസ് ലൈറ്റിൽ എന്താവുന്നു, സർക്കുലാർ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്താവുന്നു, ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഡിക്രീസ് ആവുന്നു. യു ക്യാൻ സീ ദിസ് ഇൻ ദ പിക്ചർ. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ സൈസ് ഇൻക്രീസ് ആവുന്നു, സർക്കുലാർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് ഡിക്രീസ് ആവുന്നു. ഇൻറ്റൻസ് ലൈറ്റിലും dim ലൈറ്റിലുള്ള ഡിഫറൻസ് ആണിത്. ദസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഫോളിങ് ഓൺ ദ ലെൻസ് ഈസ് റെഗുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ എന്താവുന്നു, ലെൻസിൽ ഫോളോ ചെയ്യുന്ന ലൈറ്റ് റെഗുലേറ്റ് ചെയ്യുന്നു, കണ്ണിലേക്ക് പതിക്കുന്ന ഈ പ്രകാശത്തിൻ്റെ ഈ അളവ് അനുസരിച്ച് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് ഇമേജ്. നമ്മുടെ കണ്ണിൽ എങ്ങനെയാണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്? You can see that it is formed by the curvature of the cornea and the lens help the light rays which reflects from an object to get focus on the retina. ഈ കോർണിയയുടെയും ലെൻസിൻ്റെയും കർവേച്ചർ നമ്മുടെ കണ്ണിലെ റെറ്റിനയിലേക്ക് ഒബ്ജക്ട്സിൻ്റെ ഇമേജ്, അതിൻ്റെ റിഫ്ലക്ഷന് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു. കർവേച്ചർ ഓഫ് ദ കോർണിയ ആൻഡ് ലെൻസ്. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുമ്പോൾ ആ ലൈറ്റ്, അവിടേക്ക് പതിക്കുന്ന ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നത്. ആ കണ്ണിലേക്ക്, നമ്മുടെ റെറ്റിനയിലേക്കായിരിക്കും ആ ഇമേജ് പതിക്കുന്നത്. അതിന് എന്താണ് സഹായിക്കുന്നത്? കർവേച്ചർ ഓഫ് ദ കോർണിയ ആൻഡ് ദ ലെൻസിൻ്റെയും കോർണിയയുടെയും കർവേച്ചറാണ് സഹായിക്കുന്നത്. വാട്ട് ആർ ദ പിക്ചേഴ്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ലെൻസ് ഓഫ് ദ ഐ? കണ്ണിലെ ലെൻസ് ഫോം ചെയ്ത ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് റിയൽ ഇമേജ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും, പിന്നെ എന്താണ്, ഇൻവേർട്ടഡും ആയിരിക്കും. ഓക്കെ, ദേ ആർ സ്മോൾ, ഇൻവേർട്ടഡ്, റിയൽ. ഓക്കെ, വി ക്യാൻ സീ നിയർ ബൈ ആൻഡ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ക്ലിയർലി. നമുക്ക് അടുത്തുള്ളതും ദൂരെയുമായിട്ടുള്ള ഒബ്ജക്ട്സ് ഒരുപോലെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ക്യാൻ ബി അഡ്ജസ്റ്റ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഒരു ഒബ്ജക്റ്റും കണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ഫിഗർ 2.2 ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ബിലോ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, 2 ഇമേജസ്. ഓക്കെ, വിച്ച് എക്സ്പ്ലെയിൻസ് അബൌട്ട് ദ ഫോക്കസ്. നമ്മൾ ഫോക്കൽ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിലുണ്ടാകുന്ന ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്ത്. വൈൽ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ്, നമ്മൾ ദൂരെയുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ എന്താവുന്നു, സീലിയറി മസിൽസ് എന്താവുന്നു, റിലാക്സ് ആവുന്നു. നമ്മൾ പറഞ്ഞു സീലിയറി മസിൽസ് സർക്കുലാർ മസിൽസ് ഇൻ അറൗണ്ട് ദ ലെങ്സ് ആണ്. ആ സീലിയറി മസിൽസ് എന്താവുന്നു, റിലാക്സ് ആവുന്നു. ആ സീലിയറി മസിൽസ് റിലാക്സ് ആവുമ്പോൾ ലിഗമെൻറ്റ്സ്, ആ ലെൻസിനെയും സിലിയറി മസിൽസിനെയും കണക്ട് ചെയ്തിട്ടുള്ള ആ ലിഗമെൻറ്റ്സ് എന്താവുന്നു, സ്ട്രെച്ചഡ് ആവുന്നു. മറ്റേത് റിലാക്സ് ആവുമ്പോൾ ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ആവുന്നു. അപ്പോൾ കർവേച്ചർ എന്താവുന്നു, ലെൻസിൻ്റെ കർവേച്ചർ ഡിക്രീസ് ആവുന്നു. സ്ട്രെച്ച് ആകുമ്പോൾ കർവേച്ചർ ഡിക്രീസ് ആവുന്നു. അപ്പോൾ ഫോക്കൽ ലെങ്ത് അങ്ങനെ നല്ല ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ആവുന്നു. ഓക്കെ, ഇനി അടുത്തുള്ളത് വ്യൂ ചെയ്യുമ്പോൾ, നമുക്ക് അടുത്തുള്ള ഒരു ബുക്ക് വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മളെ സീലിയറി മസിൽസ് കോൺട്രാക്റ്റ് ആവുന്നു. അപ്പോൾ കോൺട്രാക്റ്റ് ആവുമ്പോൾ ലിഗമെൻറ്റ്സ് റിലാക്സ്ഡ് ആവുന്നു.
കോൺവെക്സ് അപ്പോൾ നമ്മുടെ കർവേച്ചർ ഓഫ് ദ ലെങ്സ് അപ്പോൾ എന്താവുന്നു കർവേച്ചർ ഓഫ് ദ ലെങ്സ് ഇൻക്രീസ് ആവുന്നു കർവേച്ചർ അതിൻ്റെ ആ ഒരു കർവേച്ചർ ഇൻക്രീസ് ആവുന്നു പിന്നെ ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ആവുന്നു ഫോക്കൽ ലെങ്ത് വന്നപ്പോൾ ഡിക്രീസ് ആവുന്നു അപ്പോൾ ഈ ടേബിൾ നമുക്ക് ഫിൽ ചെയ്യാനുണ്ട് വൈൽ വ്യൂവിങ് നിയർ ബൈ ഒബ്ജക്ട്സ് സിലിയറി മസിൽസ് കോൺട്രാക്റ്റ് ആവുന്നു ലിഗമെന്റ്സ് റിലാക്സ് ആവുന്നു കർവേച്ചർ ഓഫ് ദ ലെങ്സ് ഇൻക്രീസ് ആവുന്നു ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ആവുന്നു ദെൻ വൈൽ വ്യൂവിങ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് സിലിയറി മസിൽസ് റിലാക്സ് ആവുന്നു ലിഗമെന്റ്സ് സ്ട്രെച്ച് ആവുന്നു കർവേച്ചർ ഓഫ് ദ ലെങ്സ് ഡിക്രീസ് ആവുന്നു ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ആവുന്നു ഓക്കെ Then, the ability of eye to adjust the focal length of the lens by changing its curvature in accordance to the distance of the object from the eye and form the image on the retina is called the power of accommodation of the eye. എന്തെങ്കിലും മനസ്സിലായോ? നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ഈ ഒരു പാർട്ടിൽ ഇത് ജസ്റ്റ് ഒരു കുറച്ച് സെൻറ്റൻസ് ആക്കി പറയുന്നതാണ് ഈ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ ഓക്കെ എന്താണ് കണ്ണിൻ്റെ ഒരു എബിലിറ്റി നമ്മുടെ ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് ഈ ലെൻസിൻ്റെ കർവേച്ചർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഫോക്കൽ ലെങ്ത്ത് എങ്ങനെ നമ്മുടെ ഫോക്കൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു നമ്മൾ ദൂരെയാണോ അടുത്തുള്ള ഒബ്ജക്റ്റ് ദൂരെയാണോ അടുത്താണോ ആ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് കണ്ണും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചർ ചേഞ്ച് ആവുന്നു അപ്പോൾ ഫോക്കൽ ലെങ്ത്തും ചേഞ്ച് വരുന്നു അപ്പോൾ അങ്ങനെ ചേഞ്ച് വന്ന് നമ്മുടെ കണ്ണിൽ എന്താവുന്നു ഇമേജ് പതിക്കും കണ്ണിലെ റെറ്റിനയിൽ ഇമേജ് പതിക്കുന്നു ഈ കണ്ണിൻ്റെ ഒരു എബിലിറ്റിക്കാണ് പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ദ ഐ എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു റെറ്റിനയിൽ ഫോട്ടോ റെസെപ്റ്റേഴ്സ് ഉണ്ട് എവിടെയാണ് ബ്ലൈൻഡ് സ്പോട്ടിലാണോ അതോ യെല്ലോ സ്പോട്ടിലാണോ യെല്ലോ സ്പോട്ട് ഓക്കെ യെല്ലോ സ്പോട്ടിലാണ് അപ്പോൾ ഈ യെല്ലോ സ്പോട്ടിലുള്ള ഈ ഫോട്ടോ റെസെപ്റ്റേഴ്സിൻ്റെ പ്രത്യേകതയാണ് റെറ്റിന ആൻഡ് ദ ഫോട്ടോ റെസെപ്റ്റേഴ്സ് അപ്പോൾ ഈ റെറ്റിനയെക്കുറിച്ചും ഫോട്ടോ റെസെപ്റ്റേഴ്സിനെ കുറിച്ചുമാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫോട്ടോ റെസെപ്റ്റേഴ്സ് are present in the retina. Rod cells and the cone cells are the photoreceptors in the retina. അപ്പോൾ റെറ്റിനയിലുള്ള ഫോട്ടോറെസിപ്റ്റേഴ്സ് ഏതൊക്കെയാണ് റോഡ് സെൽസും കോൺ സെൽസുമാണ് റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പർ ദാൻ കോൺ സെൽ കോൺ സെല്ലിനേക്കാൾ വളരെ കൂടുതലാണ് റോഡ് സെൽ ഓക്കെ ഇനി റോഡ് സെൽസ് കണ്ടെയ്ൻ ദ വിഷ്വൽ പിഗ്മെൻറ്റ് കോൾഡ് റോഡോപ്സിൻ അപ്പോൾ ഫസ്റ്റ് നമ്മൾ റോഡ് സെല്ലാണ് പഠിക്കാൻ പോകുന്നത് റോഡ് സെൽ ഓക്കെ റോഡ് സെൽ എന്താണ് കോൺ സെല്ലിനേക്കാൾ കൂടുതലാണ് അപ്പോൾ ഫസ്റ്റ് റോഡ് സെൽ നോക്കാം റോഡ് ഷേപ്പ് ആയിരിക്കും റോഡ് സെൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവിടെ കണ്ടില്ലേ ഒരു റോഡ് ഷേപ്പ് കൊടുത്ത യെല്ലോ ഒരു ഗോൾഡൻ കളേർഡുള്ള ഈ റോഡ് സെൽ ഓക്കെ റോഡ് സെല്ലിൽ എന്താണ് ഈ റോഡ് സെല്ലിൽ എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് വിഷ്വൽ പിഗ്മെൻറ്റ് കോൾഡ് റോഡോപ്സിൻ എന്ന് പറഞ്ഞ ഒരു വിഷ്വൽ പിഗ്മെൻറ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് ഓക്കെ റോഡോപ്സിൻ എന്ന് പറഞ്ഞ ദിസ് പിഗ്മെൻറ്റ് ഈസ് ഫോംഡ് അപ്പം ഈ റോഡ് സെല്ലിൽ റോഡോപ്സിൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് വിഷ്വൽ പിഗ്മെൻ്റ് ആണത് ഈ റോഡോപ്സിൻ എന്ന് പറഞ്ഞ ഈ പിഗ്മെൻറ്റ് എങ്ങനെയാണ് ഫോം ചെയ്തത് എ പ്രോട്ടീൻ നെയിംഡ് ഓപ്സിൻ ആൻഡ് ദ റെറ്റിനൽ വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വൈറ്റമിൻ എ അപ്പോൾ ഓപ്സിനും റെറ്റിനലും കൂടി ചേർന്നാണ് പിഗ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്താണ് ഈ ഓപ്സിൻ എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീനാണ് ആൻഡ് റെറ്റിനൽ എന്ന് വെച്ചാൽ ഒരു വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവാണ് റെറ്റിനൽ ഓക്കെ അതാണ് അപ്പോൾ നമുക്ക് ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഈ വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് കഴിച്ചാൽ നമുക്ക് കാഴ്ചശക്തി വർദ്ധിക്കുമെന്ന് പറയാനുള്ള റീസൺ എന്താ ഈ റോഡ് സെല്ലിലുള്ള ഈ പിഗ്മെൻറ്റ്സിൻ്റെ ഫോർമേഷന് വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവും ആയ റെറ്റിനലും പ്രോട്ടീനായ ഓപ്സിനും കമ്പൈൻ ചെയ്ത് അപ്പോൾ വൈറ്റമിൻ എ കൂടിയാൽ നമുക്ക് കാഴ്ച കൂടും ഓക്കെ സിൻസ് ദേ ആർ ആക്റ്റീവ് ഇൻ ഡിം ലൈറ്റ് വി ആർ ഏബിൾ ടു സീ ഒബ്ജക്റ്റ് ഇൻ ദ ഡിം ലൈറ്റ് അപ്പം ഇവർ ഈ ഡിം ലൈറ്റിലും ഇരുട്ടിലും എന്താവുന്നു വളരെ ആക്റ്റീവാണ് അപ്പോൾ നമുക്ക് എന്ത് പറ്റും രാത്രിയിലും നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നു നമുക്കൊരു ചെറിയ വെളിച്ചത്തിലും നമുക്ക് കാഴ്ച സാധ്യമാക്കുന്ന ഒരു സെല്ലാണ് റോഡ് സെൽ ഓക്കെ ദിസ് സെൽസ് കനോട്ട് ഡിറ്റക്ട് കളറിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സെല്ലിന് ഇല്ല പക്ഷേ ഈ കോൺസെല്ലിൻ്റെ പ്രത്യേകത എന്താണ് ദ കോൺസെൽ ഓൾസോ കണ്ടെയ്ൻ എ പിഗ്മെൻറ്റ് the കോൺസെൽ കണ്ടെയ്ൻ എ പിഗ്മെൻറ്റ് കോൾഡ് ഫോട്ടോപ്സിൻ എന്ന് പറഞ്ഞ ഒരു പിഗ്മെൻ്റ് ആണ് ഈ കോൺസെല്ലിലുള്ളത് ഈ ഫോട്ടോപ്സിൻ നമുക്ക് ഐഡോപ്സിൻ എന്നും പറയാം ഓക്കെ ദിസ് പിഗ്മെൻറ്റ് ഈസ് ഓൾസോ കമ്പോസ്ഡ് ഓഫ് ഓപ്സിൻ ആൻഡ് റെറ്റിനൽ ഈ പിഗ്മെൻറ്റും ഓപ്സിൻ്റെയും റെറ്റിൻ്റെയും കമ്പോസ്ഡ് ആണ് ഓക്കെ
അത് രണ്ടും കൂടി ചേർന്നാണ് നമ്മുടെ കോൺസെല്ലിലെ ഫോട്ടോപ്സിൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റ് ഉണ്ടാകുന്നത്. ദർ ആർ 3 types ഓഫ് കോൺസെൽസ് ഇൻ അവർ ഐസ്. നമ്മുടെ കണ്ണിൽ 3 types ഓഫ് കോൺസെൽസ് ഉണ്ട് വിച്ച് ഹെൽപ്പ് us ടു ഡിറ്റക്ട് 3 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. അത് എന്തിനു സഹായിക്കുന്നു? 3 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഏതൊക്കെയാണ് ആ പ്രൈമറി കളേഴ്സ്? ഗ്രീന്, റെഡ്, ബ്ലൂ. ദർ ആർ red, green, blue. Okay, this diversity is due to the difference in the amino acid in the opsin molecule. ഇതിൻ്റെ കാരണം എന്താണ്? ഈ ഡൈവേഴ്സിറ്റി കാരണം ബിക്കോസ് ഓപ്സിനിലെ അമിനോ ആസിഡിൻ്റെ അളവിലുള്ള വ്യത്യാസമാണ്. ഓപ്സിൻ എന്ന് പറഞ്ഞ മോളിക്യൂളിൻ്റെ അമിനോ ആസിഡിൻ്റെ ഡിഫറൻസ് ആണ്. സോ കോൺസെൽ പ്രൊവൈഡ് us വിത്ത് കളർ വിഷൻ. അപ്പം കോൺസെൽ എന്തിനു സഹായിക്കുന്നു? കളർ വിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ക്യാൻ ഡിറ്റക്ട് കളർ. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ. റോഡ് സെല്ലിൻ്റെയും കോൺസെല്ലിൻ്റെയും കുറച്ച് പെക്യുലാരിറ്റീസ് കുറച്ച് പ്രത്യേകതകളെ ആണ് ഇവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിഗ്മെൻറ്റ്. റോഡ് സെല്ലിലുള്ള പിഗ്മെൻറ്റ് ഏതാണ്? റോഡോപ്സിൻ. ഓക്കെ, റോഡോപ്സിൻ. കോൺസെല്ലിലോ അയഡോപ്സിൻ, ഓർ നമുക്ക് അയഡോപ്സിൻ എന്ന് പറയാം, ഫോട്ടോപ്സിൻ എന്ന് പറയാം. ഓക്കെ, ഈ റോഡ് സെല്ല് വളരെ ഈസിയാണ്. ഇത് റോഡ് സെൽ എന്താണ്? റോഡ് ഷേപ്പ് ആയിരിക്കും. കോൺ സെല്ലോ കോൺ ഷേപ്പ് ആയിരിക്കും. ഇനി അതിൻ്റെ ഫംഗ്ഷൻ, റോഡ് സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്ക് ഈ ഡിം ലൈറ്റിലും കാഴ്ച സാധ്യമാക്കുന്നു. നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നു. കോൺ സെല്ലിൻ്റെ ഫംഗ്ഷനോ നമുക്ക് കളർ വിഷനെ സഹായിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കെമിസ്ട്രി ഓഫ് ദ വിഷൻ. The chemistry of vision. How are impulses formed in the photoreceptors to make a vision possible? നമുക്കൊരു കാഴ്ച ഫോട്ടോറെസിസ്റ്റേഴ്സിൽ ഇമ്പൾസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു കാഴ്ച സാധ്യമാവുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. ഓക്കെ അപ്പം നമ്മുടെ ഈ റോഡോപ്സിൻ എന്താണ്? റോഡോപ്സിൻ എന്ന് വെച്ചാൽ നമ്മുടെ റോഡ് സെല്ലിലുള്ള ഒരു പിഗ്മെൻറ്റും ഫോട്ടോപ്സിൻ എന്ന് വെച്ചാൽ കോൺസെല്ലിലുള്ള ഒരു പിഗ്മെൻറ്റും. അപ്പോൾ ഈ റോഡോപ്സിൻ നമ്മൾ പറഞ്ഞു ഈ റോഡ് സെല്ലും കോൺസെല്ലും റെസിപ്റ്റേഴ്സാണ്, ഫോട്ടോ റെസിപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ലൈറ്റ് പതിക്കുമ്പോൾ ഈ റോഡോപ്സിലും ഫോട്ടോപ്സിലും ഒരു ലൈറ്റ് പതിക്കുമ്പോൾ എന്താകുന്നു? അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് റെറ്റിനൽ പ്ലസ് ഓപ്സിൻ എന്ന് മാറുന്നു. അവരെങ്ങനെ ഫോം ചെയ്യുന്നത്? റെറ്റിനലും ഓപ്സിനുമായിട്ടാണ് അവരങ്ങനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അവർ പഴയ രൂപത്തിലേക്ക് റെറ്റിനൽ പ്ലസ് ഓപ്സിനായി മാറുന്നു ലൈറ്റ് കടക്കുമ്പോൾ. പിന്നെ അത് ലൈറ്റ് തിരിച്ചു പിന്നെ ഓപ്പോസിറ്റ് പിന്നെ റെറ്റിനൽ ഓപ്സിന് റോഡോപ്സിൻ തന്നെയായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് the pigments present in the photoreceptors dissociate. അത് ഡിസോസിയേറ്റ് ആവുന്നു. ദിസ് കെമിക്കൽ ചേഞ്ച് ലെഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്. ഈ ഒരു കെമിക്കൽ ചേഞ്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ റെറ്റിനൽ പ്ലസ് ഓസിനായി മാറുന്നു. ഈ ഒരു കെമിക്കൽ ചേഞ്ചിലൂടെ ഇമ്പൾസസ് ഫോം ചെയ്യുന്നു. ദിസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ സെറിബ്രം ത്രൂ ഒപ്റ്റിക് നെർവ് ആൻഡ് ദിസ് എനേബിൾസ് വിഷൻ. ഈ ഒരു ഇമ്പൾസസ് ഒപ്റ്റിക് നെർവിലൂടെ എന്താവുന്നു? ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വിഷൻ സാധ്യമാവുന്നു. ദെൻ നമുക്ക് അതിൻ്റെ ഒരു മെത്തേഡ് ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. സെൻസ് ഓഫ് സൈറ്റിൻ്റെ ഇത് ഫില്ല് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ലൈറ്റ് കണ്ണിലേക്ക് നമുക്ക് കാഴ്ച സാധ്യമാകുന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. ലൈറ്റ് കോർണിയ, ഫസ്റ്റ് ലൈറ്റ് എവിടെ എത്തുന്നു? കോർണിയയിൽ എത്തുന്നു. പിന്നെ പ്യൂപ്പിൾ, പിന്നെ ലെൻസ് കഴിഞ്ഞാൽ അത് എവിടെ എത്തുന്നത്? റെറ്റിനയിൽ എത്തുന്നു. റെറ്റിനയിൽ നിന്നും എവിടെ? ഫോട്ടോ റെസിപ്റ്റേഴ്സിൽ സ്റ്റിമുലേഷൻ നടക്കുന്നു. ഫോട്ടോ റെസിപ്റ്റേഴ്സ് എന്തിനെ സ്വീകരിക്കുന്നു? നമ്മുടെ ഈ ഇമേജിനെ, ലൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താകുന്നു? അവിടെ ഒരു ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ഇമ്പൾസ് എന്താകുന്നു? നമ്മുടെ ലെൻസിൽ നിന്നും ലൈറ്റ് എന്താകുന്നു? റെറ്റിനയിൽ എത്തുന്നു. റെറ്റിനയിൽ നിന്നും ഫോട്ടോ റെസിപ്റ്റേഴ്സ് സ്റ്റിമുലേഷൻ നടക്കുന്നു. സ്റ്റിമുലി റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നു. ഓക്കെ, ഫോട്ടോ റെസിപ്റ്റേഴ്സ് റിസീവ് സ്റ്റിമുലി. ഓക്കെ, എന്നിട്ട് എന്താകുന്നു? ഡിസോസിയേഷൻ സംഭവിക്കുന്നു. ഡിസോസിയേഷനിലൂടെ ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ഇമ്പൾസ് ഒപ്റ്റിക് നെർവ് നെക്സ്റ്റ് ഇമ്പൾസ് കഴിഞ്ഞാൽ ഒപ്റ്റിക് നെർവാണ്. ഒപ്റ്റിക് നെർവിലൂടെ സെറിബ്രത്തിലെത്തുന്നു. സെറിബ്രം. ഓക്കെ, എന്നിട്ട് നമുക്ക് സെൻസ് ഓഫ് സൈറ്റ്, കാഴ്ച സാധ്യമാകുന്നു. ഇനി വാട്ട് ഇസ് ബൈനോക്കുലാർ വിഷൻ? ബൈനോക്കുലാർ വിഷനാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. Are in two images of the same object formed in our two eyes.
നമ്മുടെ ഒരു ഒബ്ജക്റ്റിൻ്റെ രണ്ട് ഇമേജ് നമ്മുടെ ഓരോ ഇമേജ് ഓരോ കണ്ണിലും പതിയുന്നുണ്ട്. ഓക്കെ, ബട്ട് വി സീ ഓൺലി ദ വൺ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ഇമേജ് മാത്രമേ പക്ഷെ നമ്മൾ കാണാൻ പറ്റുന്നുള്ളൂ. രണ്ട് കണ്ണിലും രണ്ട് ഇമേജ്, ഓരോ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഇമേജ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. വാട്ട് മൈ ബി ദ റീസൺ? ഇവിടെ നമ്മളെ ഒരു എക്സ്പെരിമെൻറ്റ് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാം. അത് അങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സ്ട്രെച്ച് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഫോർവേഡ്. ലെഫ്റ്റ് ഹാൻഡ് ഫോർവേഡ് ഇട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ റൈറ്റ് ഐ ക്ലോസ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡിലെ 4 ഫിംഗറിലേക്ക് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ 4 ഫിംഗർ കാണാം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് ഐ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഈ 4 ഫിംഗറിലേക്ക് നോക്കുക. അതേ 4 ഫിംഗറിലേക്ക് ഈ പൊസിഷൻ ഒന്നും തന്നെ ചേഞ്ച് ചെയ്യാതെ അവിടേക്ക് തന്നെ നോക്കുക. അപ്പോൾ നമുക്ക് ഒരു പൊസിഷനിലൊക്കെ ഒരു ഡിഫറൻസ് തോന്നാം. ഓക്കെ, നമ്മുടെ രണ്ട് കണ്ണിലും ഓരോ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. ദ ഇമേജ് ഫ്രം 2 sides ഓഫ് ദ സെയിം ഒബ്ജക്റ്റ് ആർ ഫോംഡ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സെയിം ഇമേജ് നമ്മുടെ രണ്ട് സൈഡ്സിലും രണ്ട് കണ്ണിലും ഫോം ചെയ്യുന്നുണ്ട്. വെൻ ദിസ് 2 images combine as a result of activities of brain, a 3-dimensional image of the object is formed. ഓക്കെ, അപ്പം നമ്മുടെ കണ്ണിൽ ഈ ഇമേജസ് എന്താവുന്നു, കമ്പൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മുടെ ബ്രെയിനിൽ കുറച്ച് ആക്ടിവിറ്റീസ് മൂലം ഇത് കമ്പൈൻ ചെയ്യുന്നു. ഈ ഇമേജ് കമ്പൈൻ ചെയ്തിട്ട് ഒരു 3D ഇമേജ് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവുന്നു. ആ ഒബ്ജക്റ്റിൻ്റെ 3D ഇമേജ് ഉണ്ടാവും. ദിസ് ഈസ് കോൾഡ് ബൈനോക്കുലാർ വിഷൻ. ഇതാണ് ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡിഫെക്ട്സ് ആൻഡ് ഡിസീസസ്. ഓക്കെ, അപ്പോൾ കണ്ണിനുള്ള ഡിഫെക്ട്സും ഡിസീസസും. യു ആർ നൗ അവെയർ ഓഫ് സം ഓഫ് ദ ഐ ഡിഫെക്ട്സ്. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഐ ഡിഫെക്ട്സ് ആൻഡ് ദെയർ ട്യൂണീസ്. അപ്പോൾ ഏതൊക്കെ ഐ ഡിഫെക്ട്സ് ആണുള്ളത്? നമുക്ക് മയോപ്പിയ, ഹൈപ്പർ മയോപ്പിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, കാറ്ററാക്ട്, കൺജക്റ്റിവിറ്റീസ്, എക്സെട്ര. there are many diseases. ഓക്കെ, അപ്പം നമുക്ക് ഈ ഡിസീസസിനെ കുറിച്ച് പഠിക്കാം. First, night blindness. What's night blindness? Okay, what's night blindness? You have studied that the retinal, a part of the visual pigment, is derived from vitamin A. അപ്പം നമ്മൾ പഠിച്ചതാണ് റെറ്റിനയുടെ ഒരു പാർട്ടായിട്ടുള്ള വിഷ്വൽ പിഗ്മെൻറ്റ്. ഏതാണ് വിഷ്വൽ പിഗ്മെൻറ്റ്? വൈറ്റമിൻ എ ഡെറൈവ് ചെയ്ത ഒരു പിഗ്മെൻറ്റ് ഏതാണ്? റോഡോപ്സിൻ. ആ റോഡോപ്സിനിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ, അപ്പോൾ ഈ വൈറ്റമിൻ എയിലുള്ള കുറവ് മൂലം എന്താവുന്നു? ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനയുടെ പ്രൊഡക്ഷൻ കുറയുന്നു. റെറ്റിന ഉണ്ടാകുന്നതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ അളവ് കുറയുന്നു. ദിസ് ഇൻ ടേൺ പ്രിവെൻറ്റ്സ് ദ റീസെൻസിസ് ഓഫ് റോഡോപ്സിൻ. അപ്പോൾ ഈ റോഡോപ്സിനിൽ റീസെൻസിസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇത് റെറ്റിനലിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ ഈ റോഡോപ്സിനിലേക്കായി നമ്മൾ പറഞ്ഞു ഡിസോസിയേറ്റ് ചെയ്യും. ഇമേജ് ഫോം ചെയ്യുമ്പോൾ അതെന്താവുന്നു? ലൈറ്റ് അവിടേക്ക് നമ്മുടെ റോഡോപ്സിനിൽ എത്തുമ്പോൾ ഓപ്സിൻ പ്ലസ് റെറ്റിനൽ ലൈറ്റ് മാറുന്നു. അപ്പോൾ ഇത് ഈ റോഡോപ്സിന് തന്നെ ആയിട്ട് മാറാൻ വളരെ പ്രയാസമായിരിക്കും. ഇൻ ദിസ് കണ്ടീഷൻ ഒബ്ജക്ട്സ് കനോട്ട് സീ ക്ലിയർലി ഇൻ ദ dim light and this disease is called night blindness. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റില്ല? നമ്മുടെ ഒബ്ജക്ട്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഈ ഡിം ലൈറ്റിൽ. ഇതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇനി സെറോപ്താൽമിയ. If there is a prolonged deficiency of vitamin A, the conjunctiva and the cornea become dry and opaque. അപ്പോൾ ഇത് കുറേ കാലത്തേക്ക് വൈറ്റമിൻ എ കുറവ് വന്നാൽ ഈ കൺജക്റ്റീവയും കോർണിയയും ഡ്രൈ ആവുകയും ഒപ്പാക്ക് ആവുകയും ചെയ്യുന്നു. This causes സെറോപ്താൽമിയ ആൻഡ് ലെഡ്സ് അൾട്ടിമേറ്റ്ലി ടു ബ്ലൈൻഡ്നെസ്. ഓക്കെ, ഇത് സെറോപ്താൽമിയ കോസ് ചെയ്യുന്നു. പിന്നെ വർദ്ധിച്ചാൽ എന്താവുന്നു? ഈ ബ്ലൈൻഡ്നെസ് അൾട്ടിമേറ്റ്ലി ബ്ലൈൻഡ്നെസ് ആവുന്നു. ഓക്കെ, ഇനി വാട്ട്സ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് കേട്ടാൽ മനസ്സിലാവും. കളറിൻ്റെ ബ്ലൈൻഡ്നെസ് ആണ്, കളർ കാണാൻ പറ്റുന്നത്. യു ക്യാൻ സീ ദിസ് പിക്ചർ. ക്യാൻ യു റീഡ് ദ ഫിഗർ? ഇവിടെ ഞാൻ വിചാരിക്കും, ഐ ഹോപ്പ് യു ഓൾ ക്യാൻ സീ ഇറ്റ്. 8, it's 8. Okay,
You are aware that the retina contains corn cells which can detect red, green and blue colors. അപ്പോൾ നമുക്കറിയാം ഈ കോൺ സെല്ലിൽ റെറ്റിനയിലുള്ള ഈ കോൺ സെല്ലിന് കളർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. റെഡ്, ഗ്രീൻ, ബ്ലൂ കളേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സം പേഴ്സൺസ് കനോട്ട് ഡിസ്റ്റിങ്വിഷ് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ് ഡ്യൂ ടു ദ ഡിറ്റക്ട് ഓഫ് കോൺ സെൽസ്. കോൺ സെൽസിൻ്റെ ഡിഫക്റ്റ് മൂലം എന്താവുന്നു, ഈ റെഡ്, ഗ്രീൻ കളേഴ്സൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ ആവുന്നു. ഓക്കെ, ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് കളർ ബ്ലൈൻഡ്നെസ്. ഈ ഒരു കണ്ടീഷനാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. Can you guess why persons with color blindness are not selected for military or for jobs like the driver, pilot, etc.? അത് നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരെ ഡ്രൈവറായിട്ടോ പൈലറ്റായിട്ടോ ഒക്കെ തിരഞ്ഞെടുക്കാത്തത്? നമുക്കറിയാം. അപ്പോൾ അവർക്ക് അത് നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്തും. ഓക്കെ, then next disease, glaucoma. Aqueous humor is the fluid which nourishes the tissue in the eyes. aqueous humor എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫ്ലൂയിഡാണ്, നമ്മുടെ കണ്ണിലെ ടിഷ്യൂസിനെ ന്യൂറിഷ് ചെയ്യുന്നു. If the reabsorption of the aqueous humor does not occur, it causes an increase in the pressure inside the eyes. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബ്ലഡിൽ നിന്നും ഫോം ചെയ്തതാണ്, ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഈ റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ലെങ്കിൽ എന്താവുന്നു? അത് കണ്ണിൽ ഹൈ പ്രഷർ ഉണ്ടാവുന്നു. ദിസ് causes damage to the retina and the photoreceptor cells and ultimately leads to the blindness. അതെന്തിന് കോസ് ചെയ്യുന്നു? ഡാമേജ്, അതായത് റെറ്റിനയ്ക്കും ഫോട്ടോറെസിപ്റ്റർ സെൽസിനും ഡാമേജ് കോസ് ചെയ്യുന്നു. അപ്പോൾ എന്താവുന്നു? ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നു. ദിസ് ഡിഫക്റ്റ് ഈസ് കോൾഡ് ഗ്ലോക്കോമ. ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ലേസർ സർജറി കൊണ്ട് നമുക്കത് പരിഹരിക്കാൻ പറ്റും. ഓക്കെ, ഇനി കാറ്ററാക്ട്. It is a condition in which the lens of eye become opaque, resulting in blindness. ഇത് എന്താണ്? ലെൻസ് ഒപ്പാക്ക് ആവുന്ന ഒരു കണ്ടീഷനാണ്. അതെന്താ? ബ്ലൈൻഡ്നെസ് ആണ്. അതിൻ്റെ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നു, അപ്പോൾ നമുക്ക് കാഴ്ച ഇല്ലാതാവുന്നു. ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ പ്ലേസിംഗ് ദ ലെൻസ് വിത്ത് ആൻ ആർട്ടിഫിഷ്യൽ വൺ ത്രൂ സർജറി. സർജറിയിലൂടെ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് റീപ്ലേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിനെ പരിഹരിക്കാൻ പറ്റുക. ഇനി കൺജക്റ്റിവിറ്റീസ്, അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു കൺജക്റ്റീവയുടെ ഒരു ഡിസീസാണ്. ദിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദ കൺജക്റ്റീവ. ഓക്കെ, ഇത് കൺജക്റ്റീവയുടെ ഇൻഫെക്ഷൻ ആണ്. ദ കോസറ്റീവ് ഓർഗാനിസംസ് മേ ബി ബാക്ടീരിയ, വൈറസ് എക്സെട്ര. ഈ കണ്ണിലുള്ള ബാക്ടീരിയ, വൈറസ് പോലുള്ളതൊക്കെ അടങ്ങി ഉണ്ടാവുന്ന അതിൻ്റെ ഒരു പ്രസൻസ്. ദിസ് ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട് ആൻഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ. അപ്പം നമ്മൾ ഈ കോണ്ടാക്ട് ചെയ്യും, നമ്മൾ ടച്ചിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ഡിസീസ് പകരാൻ സാധിക്കും. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഐ. നമ്മൾ കണ്ണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ്, ഒരു അവയവമാണ്. നമുക്ക് കാഴ്ച ഇല്ലെങ്കിൽ അത് വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ണിനെ ഈ മൊബൈൽ ഫോൺ, സെൽ ഫോൺസിൽ നിന്നും TV എക്സെട്ര ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് അതൊക്കെ ഒഴിവാക്കി നമ്മൾ എന്താണ് ഇപ്പോൾ അതിനുള്ള ഒരു ഇതെല്ലാം നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ്, മൊബൈൽ ഒക്കെ ആവശ്യമുള്ളതാണ്. സോ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക. ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഞാൻ ഈ പാർട്ടിൽ ഈ വീഡിയോയിൽ ഇത്ര മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.